ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല പശ്ചിമേഷ്യയിലെ യഥാർത്ഥ സ്ഥിതിവിശേഷത്തിൻ്റെ ഭീകരത. കാരണം ഇറാൻ ഒരു വശത്ത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ, മറുവശത്ത് ഇറാൻ ഭരണകൂടം അവിടെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനുള്ള, നിലയ്ക്ക് നിർത്താനുള്ള കഠിനമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരളവിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഒരേ സമയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ തകർന്നു, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു, ഏത് നിമിഷവും ഖമനേയി കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഖമനേയി രാജ്യം വിട്ടുപോകും, പിന്നെ അവിടെ ഇസ്ലാമിക ഭരണം ഇല്ലാതാകും എന്ന മട്ടിലൊക്കെ വാർത്തകൾ നൽകുമ്പോൾ, അറബ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടം അതിശക്തമായി ഈ പ്രക്ഷോഭത്തെ പിടിച്ചുകെട്ടാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 9 ദിവസത്തിലേറെയായിട്ടും ഖാംനെയി ഭരണം താഴെ വീഴുന്നില്ല എന്ന ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ 9 ദിവസത്തോളമായി പാശ്ചാത്യ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഖാംനെയി ഭരണം അവസാനിക്കുന്നു, ഇറാൻ തകരുന്നു, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്ന നിലയിൽ നിരന്തരമായി വാർത്തകൾ നൽകുമ്പോഴും അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 1500-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും വ്യാപകമായ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 35 പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താതെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ കൃത്യമായ ഇടപെടൽ നടത്തുക എന്ന നീക്കവും ഇറാൻ ഒരു വശത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുവേണ്ടി ഇറാൻ അടിയന്തരമായ ഒരു ഡിഫൻസ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. എങ്കിലും ഇറാൻ പരിപൂർണമായ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് പോയിട്ടില്ല. എന്ന് മാത്രമല്ല, അയത്തുള്ള അലി ഖാംനെയി ചിലപ്പോൾ റഷ്യയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്, റഷ്യയുടെ പരിപൂർണ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇറാനിലെ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് സകലരും വിലയിരുത്തുമ്പോൾ, അത്തരം വാർത്തകൾ കൂടുതലായി വരുമ്പോൾ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ചില ഗുരുതരമായ ഇടപെടലുകൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലെബനനിലാണ്. ലെബനനിൽ ഇപ്പോൾ ഹിസ്ബുള്ള പരിപൂർണമായി നിരായുധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ നോർത്തേൺ ഭാഗത്ത് ലെബനനുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനനിൽ ഇപ്പോൾ സമാധാന സേനയുണ്ട് എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു സംഹാരത്തിലേക്ക് ട്രംപിൻ്റെ അനുമതിയോടുകൂടി ഇസ്രായേൽ കടന്നിരിക്കുന്നു എന്നാണ്. ഇതേ സമയം തന്നെ ഗസയിലും ഇത്രയും കാലം പിന്നോട്ട് നിന്നിരുന്ന, അതായത് ജൂൺ മാസം വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നു, അതിനുശേഷം ഒരു യെല്ലോ ലൈൻ ബോർഡർ ഉണ്ടാക്കിയിട്ട് ആ യെല്ലോ ലൈനിൻ്റെ അപ്പുറമാണ് ഇസ്രായേൽ സൈന്യം നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് നോക്കുക, യെല്ലോ ലൈൻ എന്ന് പറയുന്നത് അവർ കുറച്ചിട്ട്, അല്ലെങ്കിൽ യെല്ലോ ലൈനിൻ്റെ അപ്പുറം കടന്നിട്ട് 50% ഭാഗം, അതായത് ഗസയുടെ 50% പരിപൂർണമായി ഇസ്രായേൽ തങ്ങളുടെ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവരുടെ യെല്ലോ ലൈൻ ഈസ്റ്റേൺ ഗസയിൽ വർദ്ധിപ്പിക്കുന്നു. ആ യെല്ലോ ലൈൻ കൂടുതലായി വർദ്ധിപ്പിക്കുമ്പോൾ യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്താണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പരിധി വരിക. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്ന് പലസ്തീൻ ജനതയെ ഞെരുക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 50%-ഓളവും ഇസ്രായേൽ ഇതിനിടയിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ പരമാവധി അവർ ഗസയിലും ലെബനനിലും ഉൾപ്പെടെ പശ്ചിമേഷ്യൻ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരാക്രമണം നടത്തും എന്ന വെല്ലുവിളി അതുപോലെ നിൽക്കുന്നു. അതേസമയം ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് തിരിച്ചടി നടത്തും എന്ന കാര്യവും വരികയാണ്. അപ്പോൾ പശ്ചിമേഷ്യ മൊത്തത്തിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ലെബനനിലേക്ക് വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ട് ഹിസ്ബുള്ളയോട് പരിപൂർണമായി നിരായുധീകരിക്കാൻ പറയുമ്പോൾ ഹിസ്ബുള്ള എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ കരാറിനെ മാനിച്ചുകൊണ്ടാണ് ഇത്രയും കാലം നിശബ്ദമായിരുന്നത്. ഇപ്പോഴും നിങ്ങൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ, അതായത് ലെബനനിലേക്കും ഗസയിലേക്കും ഒക്കെ ഇപ്പോഴും നിങ്ങൾ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും പരിപൂർണമായ
നിരായുധീകരണം എന്നത് ലെബനൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് പോകുന്നു എന്ന നിലയിലേക്ക്, പ്രത്യാക്രമണത്തിലേക്ക് പോകുന്നു എന്ന നിലയിലേക്ക് ഒരു പരോക്ഷമായ സൂചനയാണ് ഹിസ്ബുള്ള നൽകുന്നത്. പക്ഷേ ഹിസ്ബുള്ള മുമ്പത്തേതുപോലെ അത്ര സജീവമല്ല, അല്ലെങ്കിൽ അത്രയധികം കരുത്ത് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ആക്രമിച്ച് തീർക്കുക എന്ന ഇസ്രായേലിൻ്റെ നയം അവിടെ നടപ്പാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കുക, ഇസ്രായേൽ ഇപ്പോൾ ഗസയുടെ പകുതിയിലേറെ ഭാഗം പിടിച്ചെടുത്തിരിക്കുന്നു. അതായത് ഒന്നാം വെടിനിർത്തൽ കരാറ് കഴിഞ്ഞ് രണ്ടാം വെടിനിർത്തൽ കരാറിലേക്ക് പോകേണ്ട സമയത്താണ് ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇറാനിലേക്ക് ആക്രമണം നടത്തണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുന്നത്, ട്രംപിനെ പോയി കാണുന്നത്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം രണ്ടാം ഘട്ട വെടിനിർത്തലാകുമ്പോൾ ഇസ്രായേൽ സൈന്യം പരിപൂർണമായി ഗസയിൽ നിന്ന് പിന്മാറുകയും ഹമാസ് പരിപൂർണമായി നിരായുധീകരണം നടത്തുകയും ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ് വരിക. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് ഹമാസും പോകാൻ തയ്യാറല്ല. ഹമാസ് നിരായുധീകരിച്ചിട്ടില്ല. അവരുടെ തുരങ്കങ്ങൾ ഏതാണ്ട് 60% ഇപ്പോഴും ആക്റ്റീവായി തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെയുള്ള രണ്ടാം ഘട്ടം, അതായത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം ഗസയിൽ നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്ന സമയത്ത് വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കൂടുതൽ മേഖലകൾ പിടിച്ചടക്കുകയാണ്. അതായത് ഇറാൻ നിശബ്ദമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇറാൻ ഭരണകൂടം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇറാൻ ഇസ്രായേലിന് വേണ്ടി വന്നാൽ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഒക്കെ തയ്യാറാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു സൂചനയും, മറുവശത്ത് ഇറാനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഗസയിലേക്ക് ഒരു ശ്രദ്ധയും ഉണ്ടാകില്ല. ആരും ആ വിഷയം ചർച്ച ചെയ്യില്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാകണം ഇസ്രായേൽ പൊടുന്നനെ ഗസയുടെ പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ച് ആ യെല്ലോ ലൈൻ കൂട്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ പലസ്തീനികൾക്ക് പോകാൻ ഇടമില്ലാതാകുന്ന സാഹചര്യം വരും. അവരെ കൂടുതൽ ഞെരുക്കത്തിലേക്ക് വരും. ഇപ്പോഴും അന്താരാഷ്ട്ര സഹായങ്ങൾ പൂർണ്ണമായും ഗസയ്ക്കുള്ളിലേക്ക് ലഭിക്കുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഗസയിലെ പ്രതിസന്ധി, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ കാഠിന്യം അത് വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ വിചാരണ നടത്തുമ്പോൾ ഇസ്രായേൽ പറയുന്നത് അടുത്തത് ഇറാനിലേക്കാണെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇനി കുറേയധികം രാജ്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ പശ്ചിമേഷ്യയിൽ ഏതൊക്കെ മേഖലകളിൽ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇറാനിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇറാനിലേക്ക് കടന്നു കയറിയുള്ള സംഹാരം ഉണ്ടാകുമെന്ന നിലയിൽ തന്നെയാണ് ട്രംപ് ഇപ്പോഴും നിലപാട് സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല, എന്നാൽ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. അതായത് അമേരിക്കൻ സൈന്യത്തെ, പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കാൻ ഇറാനിലേക്ക് എന്ന് പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. ഒരു പക്ഷേ ട്രംപിന് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും. എന്തായാലും ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടെ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാകുമോ, അമേരിക്ക ഇറാനിലേക്ക് കടന്നു കയറുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യങ്ങളിലൊന്നായ ഗസ പിടിച്ചെടുക്കൽ എന്നതിലേക്ക് കൂടുതലായി എത്തിയിരിക്കുന്നു. 50% പ്രദേശങ്ങൾ ഏതാണ്ട് പരിപൂർണമായി തന്നെ ഇസ്രായേലിൻ്റെ പക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇസ്രായേലിൻ്റെ സായുധ സംഘം യെല്ലോ ലൈൻ വരച്ച് ഇത് ഞങ്ങളുടെ മേഖലയാണ് എന്ന മട്ടിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇറാനുമായി യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും ഗസയിൽ ഇസ്രായേലിൻ്റെ ഗെയിം പ്ലാനുകൾ ഈ വെടിനിർത്തൽ കരാറിനിടയിൽ ഇറാനിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ അവർ കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. അതിലൊരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതേസമയം തന്നെ ലെബനനിലേക്ക് ആക്രമണങ്ങൾ കടുക്കുന്നു, ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുക്കുന്നു, ഇറാനിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അമേരിക്ക എന്തിനും തയ്യാറായി നിരവധി രാജ്യങ്ങൾക്ക് വെല്ലുവിളിയുമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ട്രംപ് പോകുന്നു. ട്രംപിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെയോ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ട്രംപും നെതന്യാഹുവും ഒക്കെ കൂടിയാലോചിച്ചതിന് ശേഷം വലിയ പ്രശ്നങ്ങളിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.